ഒടുവിൽ അഭ്യൂഹങ്ങളും ആരോപണങ്ങളും അസ്ഥാനത്താക്കി പത്തനംതിട്ടയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായി. ചാണ്ടി ഉമ്മനും മറിയ ഉമ്മനും പ്രചാരണങ്ങളിൽ സജീവമാണ്. അച്ചു ഉമ്മൻ BJPയിൽ പോകുമെന്നും പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് ഇറങ്ങില്ലെന്നുമായിരുന്നു BJPയുടെ പ്രചാരണം. അതാണ് പൊളിച്ചടുക്കിയത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ദുബായിൽ നിന്ന് നാട്ടിലെത്തി സജീവ പ്രചരണത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ ഇളയ മകൾ അച്ചു ഉമ്മൻ. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരായിരുന്നവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലാണ് അവർ സജീവമാകുന്നത്. ഉമ്മൻചാണ്ടിയുടെ ശിഷ്യൻ ഷാബി പറമ്പിൽ പ്രകടന പത്രിക സമർപ്പിക്കാൻ പോയപ്പോൾ ഒപ്പം എത്തിയത് അച്ചു ആയിരുന്നു. ഇപ്പോൾ ആൻ്റണിക്ക് വേണ്ടി പത്തനംതിട്ടയിലും അച്ചു പ്രചാരണത്തിലെത്തി. നാളെ അടുത്ത ദിവസം കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി മാവേലിക്കരയിലും ഉണ്ടാകും. മല്ലപ്പള്ളിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ CPMനെ രാഷ്ട്രീയമായി കടന്നാക്രമിച്ചുകൊണ്ടാണ് അച്ചു ഉമ്മൻ രംഗത്ത് വന്നത്. പാനൂരിലെ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ CPMനെതിരെ രൂക്ഷ വിമർശനമാണ് അച്ചു മല്ലപ്പള്ളിയിൽ നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കും എന്ന ഭയം കൊണ്ടാണ് CPM ഇപ്പോൾ ബോംബുണ്ടാക്കുന്നതെന്ന് അച്ചു ഉമ്മൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തിനാണ് നിങ്ങൾ ബോംബുണ്ടാക്കുന്നത്? നിങ്ങൾക്ക് അക്രമ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല. 51 വെട്ടുകിട്ടിയ TP ചന്ദ്രശേഖരൻ്റെ മുഖം ഓർമ്മ വരുന്നു. നിങ്ങൾ ആൾക്കൂട്ട വിചാരണ ചെയ്ത അരിയിൽ ഷുക്കൂറിൻ്റെ കാര്യം ഓർമ്മ വരുന്നു. കൃപേഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയത് ഓർമ്മ വരുന്നു. നിങ്ങൾക്ക് അക്രമ രാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവും ഉപേക്ഷിക്കാൻ സാധിക്കില്ല. അത് തോൽവി ഭയത്തിൽ നിന്നാണെന്നും അച്ചു ഉമ്മൻ കത്തിക്കയറി. കുട്ടി സഖാക്കന്മാരെ അഴിച്ചുവിട്ടാൽ നാടിൻ്റെ ഭാവി എന്തായിരിക്കും? അക്രമം കാണിക്കാൻ ഇവർക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത്? സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ CBI അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിച്ചു. നിങ്ങൾ എന്തക്രമം വേണമെങ്കിലും കാണിച്ചോളൂ, ഞങ്ങൾ വക്കീലിനെ ഏർപ്പാട് ചെയ്യാം എന്നതാണ് CPMൻ്റെ നയം. 3 ദിവസം അതിക്രൂരമായി പീഡിപ്പിച്ചാണ് സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയത്. ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലാൻ ആരാണ് ലൈസൻസ് കൊടുത്തത്? ഇതെല്ലാം മറച്ചുവെക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. CBI കൊണ്ട് അന്വേഷണം വേണമെന്ന കോൺഗ്രസ് ആവശ്യവും അട്ടിമറിച്ചില്ലേ? നിങ്ങൾ അക്രമികൾക്ക് ധൈര്യം കൊടുക്കുകയല്ലേ ചെയ്തത്? ഇടത് സർക്കാരിൻ്റെ അഴിമതി പറഞ്ഞാൽ ഇന്ന് മുഴുവൻ പറയേണ്ടി വരും. കേന്ദ്രത്തിലും കേരളത്തിലും ജനവിരുദ്ധ സർക്കാരാണ്. ഇടത് സർക്കാരിൻ്റേത് വലിയ ധൂർത്താണ്. സർക്കാർ സുപ്രീം കോടതിയിൽ പോയി നാണം കെട്ടു. സംസ്ഥാന സർക്കാർ കേരളത്തെ കടത്തിൽ മുക്കിയിരിക്കുകയാണ്. കേരളത്തിന് കൈക്കൂലി കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നു. രാജ്യത്തെ വിറ്റുതുലയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ പണം കൊണ്ടാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ തച്ചുടയ്ക്കുന്നത്. ഒരു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇന്ത്യ മുന്നണി വിജയിക്കും. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വേളയിലും സജീവമായിരുന്നു അച്ചു ഉമ്മൻ. കോട്ടയത്ത് അച്ചു സ്ഥാനാർത്ഥിയാകുമെന്നും മറ്റും വാർത്തകളുണ്ടായിരുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് അച്ചു വീണ്ടും പറഞ്ഞു. അപ്പയ്ക്കൊരു നിയമമുണ്ട്. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രം മതിയെന്നായിരുന്നു. പലർക്കും വന്നു കയറാനുള്ളതല്ല KPCC. തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ചാണ്ടി ഉമ്മനുണ്ട്. തങ്ങളുടെ കുടുംബത്തിലെ രാഷ്ട്രീയക്കാരൻ ചാണ്ടി ഉമ്മനാണ്. മറ്റാർക്കും ഈ പറഞ്ഞ തനിക്കും പ്രസക്തിയില്ലെന്ന് അച്ചു ഉമ്മൻ വ്യക്തമാക്കി.